ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാം. അപ്പം ചോദിക്കുക എവിടാന്നറിയോ? എറണാകുളത്ത് നമുക്കിന്നൊരു അവാർഡ് ഫംഗ്ഷനുണ്ട്. നമ്മളെ അവർ വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കിയാലോ. രാവിലെയായി 9:30 ആകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഇപ്പം മണി 6 മണിയായി. ഏതായാലും സമയം കളയാതെ നമുക്ക് പറക്കാം. എന്നാ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലുകാരാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവരെന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമ്മാനമൊക്കെ മേടിക്കണം. കഴിവതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ മാത്രമല്ല പോകുന്നത്, എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. എൻ്റെ ഭാര്യയും മകനും മരുമോനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ എന്നാ എടുക്കാൻ. ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുമ്പോഴല്ലേ അതിനൊരു രസമുണ്ട് അല്ലേ കാണാൻ. ആ, അപ്പം നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തങ്ങ് പോവാം എന്നാ. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും കൂടി നമുക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 6-7 പേരുണ്ട്. ഒരു ഇന്നോവ ഒരു ദിവസത്തേക്ക് നമ്മൾ അനന്തിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, അതെടുത്തോണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്നോവ യാത്ര ചെയ്യുന്നത്. കണ്ടാ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ പോകാനാണ്. ഏതായാലും നല്ല സുഖമുണ്ട്. നമുക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ഇപ്പൊ മനസ്സിലായി. കല്യാണത്തിന് പോവാന്നാ പറഞ്ഞേ. ഓറഞ്ചൊക്കെ പുറകെ ഇരിക്കുക. ഇപ്പം ഞാനും എൻ്റെ കുടുംബവും കൊച്ചിയിലെത്തി. ഇപ്പം നമുക്ക് വലിയ പരിചയമുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഇതൊക്കെ. എവിടെയൊക്കെയോ കൊണ്ട് കയറ്റി. ഏതായാലും വണ്ടി ഇവിടെ എത്തി. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് ഓഡിറ്റോറിയം അപ്പുറമുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നടന്ന് അവരുടെ ആ ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. അവരുടെ വഴിയായത്. ഈ വഴി കൂടെ നടന്ന് വേണം അങ്ങോട്ട് പോകാൻ. ആണോ? കാണുന്നുണ്ടോ? ഞങ്ങൾ 6 പേര് വീട്ടിൽ നിന്ന് വന്നതാണ്. 6 ടോക്കണും തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇതാരാണ് നമ്മളെ വിളിച്ചതെന്നൊക്കെ. അവരുടെ ടോക്കണാണ് ഇത്. ഭക്ഷണം കഴിക്കാനുള്ള 6 ടോക്കൺ. അമൃത ടിവിയുടെ ആ ക്ഷണം സ്വീകരിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്ന് അതിനുള്ള എല്ലാ സംവിധാനം ഇവിടെ ഇണക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാനായിട്ട്. പുട്ടും പയറ് കറി ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്റ്റൈലിലുള്ള സാധനങ്ങൾ. പുട്ടും പയറ് അല്ലേ? അല്ല, പപ്പടം, പുട്ട്, പയറ്, പപ്പടം, പിന്നെ ചമ്മന്തി, സാമ്പാർ, ഇഡ്ഡലി. നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇടയ്ക്ക് പിള്ളേർ കയറി എന്തൊക്കെയാണ് സ്നാക്കൊക്കെ കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല. അപ്പം ഇഡലി, ചമ്മന്തി, സാമ്പാറും ഒക്കെ സൂപ്പറല്ലേ. അപ്പം ഞാനിപ്പം പുട്ട് കഴിക്കുന്നില്ല. ഇഡലിയും സാമ്പാറും അല്പം ചട്നിയും കൂടെ. ചട്നിയല്ല, വെള്ളച്ചമ്മന്തി. ഓക്കെ. എൻ്റെ മോളും കുഞ്ഞുമോളും കൂടെ കഴിക്കാം. ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് അമൃത ടിവിയുടെ മേക്കപ്പ് റൂം. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നുണ്ട് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനല്ല പോകുന്നത്. പക്ഷേ മേക്കപ്പ് റൂമിൽ വന്ന് ഒന്നും മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അത് എങ്ങനെയാണെന്ന് സാറിന് സിനിമയ്ക്കത്തല്ലേ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. എൻ്റെ ഈ മുഖം അവരെങ്ങനെ ആക്കി തരുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ശരി ഈ സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. മേക്കപ്പ് ചെയ്യാം. ഇതൊക്കെ സത്യത്തിൽ ഒരു അനുഭവം തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റിയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ മുഖം ചേട്ടൻ മിനുക്കുന്നത്. നോക്കാം. ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ. പക്ഷേ ഇതെന്തായാലും ശരി, ഇദ്ദേഹം ഈ മേക്കപ്പൊക്കെ ഇട്ട് മുഖത്തിൻ്റെ ഭംഗി എങ്ങനെ ആവും എന്നുള്ള സ്റ്റുഡിയോയ്ക്കകത്ത് അല്ലേ? സ്റ്റുഡിയോയ്ക്കകത്തൊന്നും ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. നമ്മുടെ മുഖം
നമ്മൾ നോക്കിയോ? കുഴപ്പമില്ലല്ലോ. അല്ല, ഞാൻ 10-30 വർഷമായിട്ട് ഹോട്ടലിലും ചായക്കടയിലും കാറ്ററിങ്ങിൻ്റെ പിന്നാമ്പുറം ഒക്കെ കിടന്ന് ജോലി ചെയ്തതാണ്. ഇത് യാദൃശ്യമായിട്ട് ഇവിടെ വന്നതാണ്, കിട്ടിയതാണ്. അല്ലാതെ നിങ്ങളെപ്പോലുള്ള പല ആൾക്കാർ നമുക്കിത് ഈ അവസരം തന്നതാണ്. അല്ല, ഞാനിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചായക്കട തന്നെ. അങ്ങനെ തന്നെയല്ല, തന്നോന്നുള്ളതല്ല, ചേട്ടൻ്റെ അധ്വാനമാണ്. ആ അധ്വാനമാണ് ഇവിടെ എത്തിച്ചത്. അതെ, അധ്വാനം നമ്മുടെ നാടൻ ശൈലിയിലുള്ള പലരുടെ അടുക്കള പുറത്തും പിന്നാമ്പുറത്തും ഒക്കെ പോയി പാത്രം കഴുകി പാചകമൊക്കെ ചെയ്ത് വളർന്നു വന്നതാണ്. അല്ലാതെ വലിയ മാസ്റ്റർ ഡിഗ്രി ഒന്നും എടുത്തൊന്നുമല്ല പാചകത്തിൽ. അനുഭവങ്ങൾ കൊണ്ട് പഠിച്ച് വന്നു. എൻ്റെ മുഖം വേറെ ഷേപ്പായി പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ. ഇത്രയാക്കിയത് ഈ സഹോദരൻ കേട്ടോ. അപ്പം നന്ദി കേട്ടോ. മുമ്പ് പിന്നെ കാണാം. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പടിപടിയായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ഈ ഒരുക്കമൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറിലോട്ടാണ് പോകുന്നത്. സ്റ്റെപ്പൊക്കെ കയറി മേളിലോട്ടാണ്. അപ്പം നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി മേളിലെത്തി. നല്ല സെറ്റപ്പ് സ്റ്റുഡിയോ കേട്ടോ. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, കാര്യം അത്ര കളർഫുള്ളാണ്. പിന്നെ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് അവിടെ, എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ സമയമായി. വിശിഷ്ട വ്യക്തികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ദീപം തെളിച്ചുകൊണ്ട് തന്നെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡിന് വേണ്ടി നമ്മളും ഇരിക്കുകയാണ്. വലിയ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ പറ്റുമെന്ന് വലിയ കാര്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരൊക്കെ മീഡിയ കൂടെ ആകട്ടെ, നേരിട്ട് കണ്ടിട്ടേ ഇല്ല. വിശിഷ്ട വ്യക്തികളെയൊക്കെ ആദരിച്ചതിന് ശേഷം ചെറിയൊരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രമിച്ചു. നല്ല രസകരമായ ഒരു കോൺക്ലേവ് ആയിരുന്നു കേട്ടോ. ഇനിയും നമുക്ക് അവാർഡ് ദാനമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ടിട്ടുള്ള പല പ്രമുഖ വ്യക്തികളും ഇവിടെ വിവിധ കാറ്റഗറി അവാർഡ് വാങ്ങാനും വിശേഷങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളും നമ്മുടെ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവാർഡ് ദാനം മാത്രമല്ല കേട്ടോ, പിള്ളേരുടെ വിവിധ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മളെ ഊഴം എത്തി. അപ്പോൾ ഞാൻ ഈ വിളിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഫോളോ ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഫോളോ ചെയ്യുന്ന ഏക പാചക ബ്ലോഗർ. വാചകത്തെക്കാൾ പാചകത്തിനും നാടൻ പാചക ശൈലിക്കും പ്രാധാന്യം കൊടുത്ത് പ്രേക്ഷകരോട് തനിനാട്ടു ഭാഷയിൽ സംസാരിക്കുന്ന സാധാരണക്കാരൻ, പാചക പരീക്ഷകരും പാചക സ്നേഹികളും ഭക്ഷണപ്രിയരും ഒക്കെ ഇറങ്ങുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. രുചിയുടെ ഈ നാടൻ വില്ലേജിലേക്ക് ചേക്കേറാനുള്ള കാരണങ്ങൾ മറ്റൊന്നുമല്ല. ഇറ്റ്സ് സിമ്പിൾ, ടേസ്റ്റി ഓഫ് ഹോംലി. ബെസ്റ്റ് കുക്ക് പോപ്പുലർ 2025 വില്ലേജ് സ്പൈസസ് നസീം AK. Nasir from Village Spices, please come. അമൃതയ്ക്ക് നൽകുന്ന 25,000 രൂപ. മൈക്കേർത്തെ ആദ്യമേ
വലിയ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ലാലേട്ടൻ ഫോളോ ചെയ്യുന്നുള്ളത് എപ്പോഴാണ് അറിഞ്ഞേ? അത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പേജ് അത് കൈകാര്യം ചെയ്യുന്ന എൻ്റെ മോള്. അപ്പം ഞാൻ ഇപ്പം അതുപോലെ ചായ പിടിക്കാനൊക്കെ റോഡിലേക്ക് നടക്കുന്ന ഒരാളാണ്. എൻ്റെ മകള് വന്ന് പറഞ്ഞു അത്തി നായനെ വിളിക്കുന്നത്. അത്തി ഒരു മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ ഒരാൾ ഫോളോ ചെയ്യുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ മോള് വേറെ അല്ല പഠിക്കുന്നു. നമ്മളെയൊക്കെ ആരും അല്ല, അങ്ങനല്ല. അന്ന് ഒരാളുണ്ട്, ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. സാക്ഷാൽ ലാലേട്ടൻ, മോഹൻലാൽ സാർ. മകൾ വന്നിട്ടുണ്ടോ? ഉണ്ട്. മകളും ഉണ്ട്. മോള് മോളെ വരൂ. കൊണ്ടുവരില്ലല്ലേ? മോള് ഒരു കൈഡി കൊടുത്തേ. മോളല്ലേ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. എന്നാൽ വേറൊരാൾ ഇതിനകത്ത് ശരിക്കും ഈ യൂട്യൂബ് ചാനൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അങ്ങനോട്ട് പരിചയമുള്ള ഒരാളൊന്നും അല്ല. അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് പാചകമായിട്ട് 10-30 വർഷത്തോളം കിടന്ന് കഷ്ടപ്പെട്ട ഒരാളാണ്. എന്നിട്ടൊന്നും ഈ ജീവിതത്തിൽ ഒരു ഗതിയും പിടിച്ചില്ല എന്നുള്ളതാണ്. ജോലി ചെയ്തും എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് ജീവിതം പോകും. ശരിക്കും എൻ്റെ മകനാണ് ഇതിൻ്റെ അകത്ത് എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു എന്നെ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കണം. ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിനെ പറ്റി അറിവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളുമില്ല. അങ്ങനല്ല, ഇത് ഇതൊരു പിടിവള്ളിയാണ്, ഒരു കച്ചിത്തുരുമ്പ് നമ്മുടെ ജീവിതത്തിൽ. കാര്യം എൻ്റെ ഭാര്യയാണേലും എൻ്റെ 2 മക്കളാണേലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം എൻ്റെ കുടുംബം മുന്നോട്ട് പോകും. വലിയ ഒരു ആഡംബരമായിട്ടൊന്നും വിചാരിച്ചത്. ഇതിനെല്ലാം കാരണഭൂതനായ സർവശക്തൻ്റെ അനുഗ്രഹവും പിന്നെ ഈ വലിയൊരു ചാനൽ, പിന്നെ ഈ കൈപുണ്യവും അത് പറയട്ടെ. വലിയ പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എനിക്കിപ്പം വെളിയിലുള്ള രാജ്യത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരുപക്ഷെ കേറ്ററിംഗുകാർക്ക് കാശ് കൊടുത്ത് ചെയ്യിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ ആശ്രയിക്കും. കാര്യം അത്രയും കാശ് കൊടുത്ത് ചെയ്യിക്കാനില്ലാത്തതുകൊണ്ട് എന്നെ ആശ്രയിച്ച് എന്നെക്കൊണ്ടാവുന്ന പോലൊക്കെ ഞാൻ ചെയ്ത് അവർ തരുന്ന എന്തെങ്കിലും മേടിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് കേട്ടോ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫോളോവേഴ്സിന്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ വേറെ മകനെവിടെ ആ ഇതും കണ്ടെത്തി. എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഷംല എവിടെയാ? ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആണ്. എനിക്ക് മനസ്സിലാവില്ല, നിങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു കുടുംബം. പക്ഷെ നാളെ ഇരിക്കുന്നതിന്റെ കാര്യം അല്ല, അവിടെ പിടിച്ചെത്തിയതാ. ഓക്കെ, ആ മകനും മകൾക്കും വൈഫിനും ഒക്കെ ചേർന്നൊരു വലിയ കൈഡി ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ മക്കൾ കാരണമാണ് ഇവിടെ വരാൻ കാരണം. അല്ല, ഞാനിവിടെ വരത്തില്ല, ഉറപ്പായിട്ടും വരത്തില്ല. അതിനുള്ള യാതൊരു സാധ്യതയില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. കാര്യം അവരാണ് ഇത് യൂട്യൂബിനകത്ത് ഇട്ടതും ഇത്രയേറെ ആൾക്കാരെ കണ്ടതും. ആ കാണുന്ന ആൾക്കാർ എന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് കണ്ടിട്ടുണ്ട്. അവർ പലരും എന്നെ വിളിച്ച് പറയും, ചേട്ടൻ എൻ്റെ അപ്പൻ്റെ അനിയനാണ്, അല്ല ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാളാണ്, ചേട്ടന് ചായക്കടയിൽ ചായ കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയൊക്കെ ജീവിച്ചു പോകുന്ന ആളാണ്. ഈ അപ്പനുണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം മക്കൾക്ക് എന്തുവാ? ഞാൻ പറഞ്ഞാൽ ബിരിയാണി. ബിരിയാണി ബിരിയാണി എല്ലാ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എല്ലാം. കല്യാണം വീടുകളൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നു. അതാണ് ജോലി. അതാണോ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം? ബിരിയാണി ഉണ്ടാക്കുന്നു. വൈഫിനോ? വൈഫിനും ഇഷ്ടം ആണ്. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബിരിയാണി വേണ്ടേ വരാം കേട്ടല്ലോ. അയ്യോ, എനിക്ക് സന്തോഷമുണ്ട് അതൊക്കെ ചെയ്ത്. എൻ്റെ ജോലി ഏതാ. കൺഗ്രാലേഷൻ ചേട്ടാ. എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഇതേപോലെ ഒരു വലിയ സ്റ്റുഡൻറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. ഞാനിവിടെ വന്നിട്ട് ഞാൻ അന്താളിച്ചു പോയി. ഇതാണോ സ്റ്റുഡിയോ? ഞങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഏതായാലും ഒരു നല്ല ഒരു പ്രൗഢഗംഭീരമായ സദസ്സ്. പിന്നെ അമൃത TV എന്ന ഈ വലിയ മാധ്യമവും ഈ TV ഇങ്ങനെ വന്ന് നിൽക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം ചെയ്ത് അമൃത TV എനിക്ക് ഈ അവാർഡിനും ഒക്കെ എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്ന ഭക്ഷണം അത്രയും ഗംഭീരമാണെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു അവാർഡ്. അപ്പോൾ കൺഗ്രാലേഷൻസ് ചേട്ടാ. എല്ലാവരുടെയും മുമ്പിൽ അവിടെ ചെന്ന് മക്കളൊന്ന് എഴുന്നേറ്റ് കൈയടിച്ചോട്ടാ. സന്തോഷം.
നല്ലൊരു ഫങ്ഷനായിരുന്നു കേട്ടോ, അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് സെറ്റിങ്സൊക്കെ നല്ല രസമുണ്ട്. സ്റ്റുഡിയോയിലൊക്കെ വന്ന ആദ്യമായിട്ടാണ് കേട്ടോ, നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരെ പരിപാടികൾ, ഡാൻസുകൾ ഒക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അതെൻ്റെ ഭക്ഷണത്തിനായാലും എല്ലാത്തിനും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതുപോലെ തന്നെ നമുക്ക് അവാർഡ് കിട്ടിയില്ലേ, വേണ്ട എൻ്റെ പേരൊക്കെ വെച്ച് ഒരു ശിലാഫലമൊക്കെ എനിക്ക് തന്നു. ഈ അവാർഡ് ഇതേപോലുള്ള ആ സന്തോഷമൊക്കെ തന്നത് നിങ്ങളാണ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. നിങ്ങൾ തന്നുകൊണ്ട് ഞാനത് 2 കൈ നീട്ടി സ്വീകരിച്ചതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതേപോലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്തില്ല പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. ഈ സമ്മാനത്തിൻ്റെ എല്ലാം ഒരു പ്രോത്സാഹനം നിങ്ങൾ ഓരോരുത്തരോടാണ്. അപ്പം നിങ്ങളെല്ലാവരോടും അകമഴിഞ്ഞ ഒരു നന്ദി പറയാണ്. പ്രത്യേകിച്ച് അമൃത ടി വിക്കാർ തന്ന ആ സമ്മാനത്തിനും അവരോടും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്.